ഹലോ എവരിവൺ, അസ്സലാമു അലൈക്കും. നമസ്കാരം. എല്ലാവർക്കും ടേസ്റ്റ് ഓഫ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്നിവിടെ കാണിക്കുന്നത് ഒരു ചിക്കൻ റെസിപ്പിയാണ്. ഈ ചിക്കൻ കറി നല്ല തിക്കായിട്ടുള്ള ഗ്രേവി ടൈപ്പ് റെസിപ്പിയാണ്. കുറച്ച് റിച്ചുമാണ്, നല്ല ക്രീമിയുമാണിത്. ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇത് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഇവിടെ ഇപ്പോൾ ചിക്കൻ ഒരു 800 ഗ്രാമോളം എടുത്തിട്ടുണ്ട്. മാരിനേഷന് വേണ്ടി ഞാനിവിടെ ഒരു 1/2 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. ഇത് മിൽമയുടെ അധികം പുളിപ്പില്ലാത്ത നല്ല കട്ടിയായിട്ട് കിട്ടുന്ന തൈരാണിത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇതിലേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഇത് മൂന്നും ഓരോ ടീസ്പൂൺ വീതമാണ് എടുത്തിട്ടുള്ളത്. ഇവിടെ ഞാൻ 2 ടേബിൾ സ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് ഒരു ടേബിൾ സ്പൂണ് ഈ മാരിനേഷനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തത് അതും കൂടി ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് മിനിമം ഒരു അരമണിക്കൂറെങ്കിലും ഇതുപോലെ മാരിനേറ്റ് ചെയ്തിട്ട് വെക്കണം. ഇതിലേക്കുള്ള ഗ്രേവി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് ബട്ടർ ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ കറിയിലേക്ക് ഫുള്ള് ബട്ടറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ മാത്രം ഓയിൽ യൂസ് ചെയ്യാം. ബട്ടർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കറിക്ക് നല്ലൊരു ടേസ്റ്റും കിട്ടും. ഇപ്പോൾ ബട്ടർ മെൽറ്റായി തുടങ്ങുമ്പോൾ ഞാനിതിലേക്ക് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു 3 ഏലക്കായും 4-5 ഗ്രാമ്പും ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ടയുമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ബേ ലീഫ് കൂടി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഇത് 2 സവാള, കുറച്ച് വലിയ സവാളയാണ്, 2 എണ്ണം ചെറുതായി കട്ട് ചെയ്തതാണിത്. സവാള കുറച്ചൊന്ന് വാടി തുടങ്ങുമ്പോൾ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇവിടെ 1/2 ടീസ്പൂൺ ഉപ്പാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. സവാളയുടെ കളറൊക്കെ ചേഞ്ച് ആവുന്ന സമയത്ത് തന്നെ ഞാൻ ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അണ്ടിപ്പരിപ്പൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാനിപ്പോൾ ഒരു എണ്ണം പറയുകയാണെങ്കിൽ ഒരു 10-15ഓളം ഉണ്ടാവും. അണ്ടിപ്പരിപ്പെല്ലാം ചേർക്കുന്നത് കൊണ്ട് തന്നെ നല്ല തിക്കായിട്ടുള്ളൊരു ഗ്രേവി ടൈപ്പാണിത്. സവാളയുടെ കളറൊക്കെ ചേഞ്ചായി നല്ല പോലെ ഇവിടെ വാടി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ ഇത് 1 ടേബിൾ സ്പൂണാണ് ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നേരത്തെ മാരിനേഷൻ ചെയ്ത ചിക്കനിലും 1 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മൊത്തം 2 ടേബിൾ സ്പൂൺ. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു പച്ചമണം നന്നായി മാറി വരുന്നത് വരെ നല്ല പോലെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ 2 വലിയ തക്കാളിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. തക്കാളി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ മിക്സാക്കി ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. തക്കാളി നല്ല പോലെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട്. ഒരു 3 മിനിറ്റാണ് ഞാനിവിടെ അടച്ചു വെച്ചിട്ടുള്ളത്. ഇങ്ങനെ അടച്ചു വെക്കുമ്പോൾ ഇത് ലോ ഫ്ലെയിമിലാക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. തക്കാളി ഇപ്പോൾ നല്ലപോലെ വെന്തുടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി 1 ടീസ്പൂൺ, ഇത് കാശ്മീരി ചില്ലി പൗഡറാണ്. 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി പൊടികളുടെ ഒക്കെ പച്ചമണമൊക്കെ മാറി വരുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം. നേരത്തെ മാരിനേറ്റ് ചെയ്ത് ചിക്കനിലും കൂടി ഞങ്ങൾ പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് പൊടികൾ കൂട്ടുകയും കുറക്കുകയൊക്കെ ചെയ്യാം. ഇപ്പം ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുള്ള കറിയിൽ ഒരു നല്ല മീഡിയം ഒരു എരിവാണ് ഉണ്ടായിട്ടുള്ളത്. അധികം എരിവുമില്ല, എന്നാൽ എരിവില്ലാണ്ടുമില്ല, ആ ഒരു ടൈപ്പിലാണുള്ളത്.
ഇനി ഇതിലേക്ക് ഒരു അര കപ്പോളം ഞാനിവിടെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കറിയിലെല്ലാം പൊടികൾ ചേർത്തതിന് ശേഷം ചൂടുവെള്ളം മാത്രമേ ചേർക്കാൻ പറ്റൂ, പച്ചവെള്ളം ചേർക്കരുത്. അങ്ങനെ പച്ചവെള്ളം ചേർത്ത് കഴിഞ്ഞാൽ കറിൻ്റെ ഒക്കെ ടേസ്റ്റേ മാറിപ്പോവും, അതുകൊണ്ടാണ്. ഇതിപ്പോൾ നല്ലപോലെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് ചൂടാറാൻ വേണ്ടി വെക്കുക. ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് പോയി കഴിഞ്ഞാൽ ഇതൊന്ന് മിക്സിയിലിട്ടിട്ട് നന്നായി പേസ്റ്റാക്കി എടുക്കണം. ഇതിപ്പോൾ ചൂടാറിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സിയിലിട്ടിട്ട് നല്ല പേസ്റ്റാക്കി എടുക്കാം. മിക്സിയിലിടുന്ന സമയത്ത് നിങ്ങൾക്ക് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കണം, അധികമായി പോകരുത്. ഇത് കുറച്ച് തിക്കായിട്ടുള്ള പേസ്റ്റാണ് വേണ്ടത്. ഇപ്പോൾ ഇവിടെ ഗ്രൈൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല തിക്കായിട്ടുള്ളൊരു പേസ്റ്റ് ആക്കി എടുക്കാം. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. ചിക്കൻ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂണ് ബട്ടർ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. ബട്ടർ ഒന്ന് മെൽറ്റായി തുടങ്ങുമ്പോൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച് ചിക്കൻ ചേർത്ത് കൊടുക്കാം. നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഒരു 5 മിനിറ്റ് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. ഇനി ഇത് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക. ചിക്കൻ അടച്ചു വെച്ച് വേവിച്ചെടുത്തത് കൊണ്ട് ചിക്കനൊക്കെ നന്നായിട്ട് വെള്ളം വരും. അപ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ചിക്കന്. വെള്ളമൊക്കെ വറ്റി നല്ല പോലെ ഡ്രൈ ആയി വരുന്നത് വരെ അടുപ്പിൽ വെച്ചിട്ട് നല്ല പോലെ ഫ്രൈ ചെയ്ത് കൊടുക്കാം. ചിക്കൻ ഇപ്പോൾ ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. ഇവിടെ ഇപ്പോൾ ഞാനൊരു വേറൊരു പാനിൽ ഒരു 2 ടേബിൾ സ്പൂണ് ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു സവാള ചേർത്ത് കൊടുക്കുക. വലിയ ക്യൂബ്സ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള സവാളയാണിത്. സവാള ഒരുപാട് കുക്കാവരുത്. അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. അതും ഇതുപോലെ കുറച്ച് വലുതായി കട്ട് ചെയ്തെടുക്കണം. സവാളയും ക്യാപ്സിക്കൊക്കെ ഒന്ന് വാടി തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് നേരത്തെ ഞങ്ങൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുള്ള മസാലയുടെ കൂട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ മസാലയുടെ കൂട്ട് ഒരു തിള വരുന്നത് വരെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഈ കറി നിങ്ങൾക്ക് തിക്കായിട്ടുള്ള ഗ്രേവി ടൈപ്പാണ് വേണ്ടതെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. അല്ല നിങ്ങൾക്ക് കുറച്ച് ലൂസായിട്ടുള്ള ഗ്രേവിയാണ് വേണ്ടതെങ്കിൽ കുറച്ച് നല്ല വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നല്ല ലൂസാക്കിയിട്ടും എടുക്കാം. ഗ്രേവിക്ക് കുറച്ച് കട്ടി കൂടുതലാണെന്ന് തോന്നിയതുകൊണ്ട് ഞാനിവിടെ വെള്ളം ഒഴിച്ചിട്ട് അത് കുറച്ച് ലൂസാക്കി എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടുന്നത് പോലെ ചെയ്തെടുക്കാം. ഈ ഗ്രേവി ഒന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ച് ചിക്കനും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കണം. ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വെച്ച് കൊടുക്കാം. കാരണം ചിക്കനും ഗ്രേവിയും ഒക്കെ ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അടച്ചു വെക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ അടച്ചു വെക്കാം. ഇനി ഈ ഗ്രേവിയിലേക്ക് 1 ടേബിൾ സ്പൂൺ കസൂരി മേത്തി കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ ക്രീം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫ്രഷ് ക്രീമാണ്. ഇത് ഓപ്ഷണലാണ്, എന്നാലും ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ഇതൊക്കെ കൂടി ചേരുമ്പോൾ കറിക്ക് നല്ലൊരു ക്രീമി ടേസ്റ്റും നല്ലൊരു റിച്ച് ഫ്ലേവറുള്ള കറിയാണിത്. ലാസ്റ്റായിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ക്രീമി ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു സെർവിങ് ബോളിലേക്ക് മാറ്റാം. ഞങ്ങളുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും.
അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്കും സജഷൻസും ഒക്കെ ഞങ്ങൾക്ക് കമൻറ്റ് ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ ബൈ.